ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് ലൂസ് പാൻറ്റ് കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ചിരുന്ന പാൻറ്റ് നമ്മളിവിടെ തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം കട്ട് ചെയ്തായിരുന്നു 2 സെറ്റ്. അതിൽ പാൻറ്റ് ലൂസ് പാൻറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കാലുണ്ടല്ലോ, കാല് കട്ട് ചെയ്ത ഈ പീസിനെ നമ്മൾ ഇതിൻ്റെ നല്ല വശം അടിയിൽ വരത്തക്ക രീതിയിൽ ടേബിളിൽ വിരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു 2 ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ വേസ്റ്റ് പീസ് ആയാലും കുഴപ്പമില്ല, ഇതിൻ്റെ സെയിം പീസ് കിട്ടുവാണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ കട്ട് ചെയ്തിട്ട ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തിട്ട് 1/4 ഇഞ്ച് മാർജിന് ഇവിടെ വിടണം. 1/4 ഇഞ്ച് മാർജിൻ വിട്ടിട്ട് അത് ഫോൾഡ് ചെയ്ത് അടിക്കാനായിട്ടാണ്. അപ്പോൾ അടിയിൽ ഇച്ചിരി തിക്കായിട്ട് കട്ടിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ക്യാൻവാസ് ഇടുന്നവർക്ക് അതിടാം, ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വേസ്റ്റ് പീസ് വെച്ചാലും മതി, കുഴപ്പമില്ല. അപ്പോൾ നമ്മളിങ്ങനെ അതിനെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ ഈ പീസിനെ മടക്കിയിട്ട്, അത് നിങ്ങൾക്ക് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എത്ര വീതി എടുക്കണം അത്രയും എടുക്കാം, അത് കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് മടക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 1.5 ഇഞ്ച് വീതിയിൽ ഇതിനെ ഒരേ ലെവലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബോബിൻ തീർന്നു, അത് നമുക്കതൊന്ന് ചുറ്റിയിട്ട് വരാം. ബോബിൻ ചുറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ ഫുട്ട് പൊക്കി വെച്ചിട്ട് ഇതിൻ്റെ ഈ ബോബിനിടുന്ന ഈ സൈഡിൽ ഇതിലിട്ട ശേഷം സാധാരണ തയ്ക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ബോബിൻ വെൻഡ് ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. അതുപോലെ നമ്മൾ ക്ലാസ്സിലൊക്കെ കറക്റ്റായിട്ടെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ടൈലറിങ് ക്ലാസ് അറിയാത്തവർ ഉണ്ടെങ്കിൽ അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ ടൈലറിങ് ക്ലാസ് ഓപ്പൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിനകത്ത് എല്ലാ കാര്യങ്ങളും മെഷീൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആവശ്യക്കാരുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് ഒന്ന് കാണുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇപ്പം നമ്മളിവിടെ ബോബിൻ വൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ത്രെഡ് കാലിയായി അവിടെ നിന്ന് വീണ്ടും ഒരു ചെറിയ റഫ് അടിച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ സ്റ്റിച്ച് ചെറിയ റഫ് കൊടുക്കുക, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കും. ഒരു സ്റ്റിച്ച് ഇട്ട ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് പതിച്ചടിക്കണം. പതിച്ചടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അടിക്കണ്ട, കുഴപ്പമില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഇത് അടിക്കുന്നതാണ് വൃത്തിയായിട്ട് ഇരിക്കുക. കാരണം ഈ പീസ് ഇങ്ങനെ പൊങ്ങി കളിക്കും. അപ്പോൾ അത് കഴുകുമ്പോഴൊക്കെ വല്ലാണ്ട് ഇതായിട്ടിരിക്കും, നമുക്ക് കാണാൻ ഭംഗിയുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് അതിന് നമ്മൾ ഒരു ടെൻഷൻ മാർജിൻ കറക്റ്റായി പിടിച്ചിട്ട് ഒരു 4 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം.
സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം, ബെൻഡാവരുത്. നമ്മുടെ സ്റ്റിച്ച് ഇട്ട പീസ് ഇങ്ങനെ ഉണ്ടായിരിക്കും, കാണാമല്ലോ, ഇങ്ങനെ വൃത്തിയായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊരു നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ അതിനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കുക. വെച്ച ശേഷം നമുക്ക് എത്രയാണോ മാർജിൻ വേണ്ടത്, വെച്ച ശേഷം ഇവിടെ എത്രയാണോ നമുക്ക് മാർജിൻ ഇത് കാലിന് ലൂസ് വേണ്ടത് അത് നോക്കിയിട്ട് അതിന് ടേപ്പ് വെച്ച് നമ്മൾ അളന്നിട്ട് മാർക്ക് ചെയ്യണം. 6 ഇഞ്ച് വേണമെങ്കിൽ 6 ഇഞ്ച് എടുക്കാം, 7 ഇഞ്ച് വേണമെങ്കിൽ 7 ഇഞ്ച് എടുക്കാം. നമ്മളിവിടെ 6 6.5 എടുക്കുന്നത് കേട്ടോ. 6 എടുത്തു. ഒരുപാട് ലൂസായ കാല് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഈ ലൂസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഒരു മാർക്കും കൊടുക്കുക. മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് സ്ട്രെയിറ്റായിട്ട് മേലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരേ മാർജിനിന് എടുക്കണം. അതേപോലെ സ്റ്റിച്ച് ചെയ്ത് അത് നമ്മൾ 8.5 ഇഞ്ച് ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ, അവിടെ കൊണ്ടുവന്ന് റഫ് അടിക്കണം. അതിനുശേഷം തിരിച്ചും അതേപോലെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഉറച്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യണം. മേലെ അടിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു കാല് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത കാലും അതേപോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുക്കാം. ഇവിടെ എക്സ്ട്രാ വന്നിട്ടുള്ള ഈ മാർജിൻ ഉണ്ടല്ലോ, ഒരു ഇഞ്ച് 1.5 ഇഞ്ച് വിട്ടിട്ട് എക്സ്ട്രാ മാർജിൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. രണ്ടാമത്തെ പീസ് ടേബിളെ വിരിച്ചിട്ട് അതിൻ്റെ ബോട്ടത്തിന് വേണ്ടിയിട്ടുള്ള പീസ് ഉണ്ടല്ലോ അത് ഫോൾഡ് ചെയ്ത് 1.5 ഇഞ്ച് വീതിയിൽ സെയിം ആദ്യം തയ്ച്ച പീസ് അതേപോലെ തന്നെ തയ്ച്ചെടുക്കണം. ശേഷം 1/4 ഇഞ്ച് വീതിയിൽ മറ്റേ പീസിന് അടിച്ചതുപോലെ തന്നെ 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ കാലിനുണ്ടല്ലോ, ഈ കാലിലും വെച്ചിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം അതേ അളവിൽ തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. റഫ് അടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് കറക്റ്റായിട്ട് ഒരേ ലെവലിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ.
പാൻറ്റ് തയ്ക്കാൻ പാടില്ലാത്തവർ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരൊന്ന് ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കാശ് കൊടുക്കാതെ തയ്യൽ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ നമുക്ക് പൈസ കൊടുത്ത് തയ്യൽ പഠിക്കാൻ പറ്റത്തില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു ഉപകാരമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഫീസ് കെട്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം എല്ലാവർക്കും നല്ല ഉപകാരം ആവണം. കാരണം നാളെ സ്വയം ഒരു കൈത്തൊഴിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് 10 രൂപ വീട്ടിലിരുന്ന് സമ്പാദിക്കാം. ഞങ്ങളൊക്കെ വാടക കൊടുത്തിട്ടാണ് കടയെടുത്ത് ഇവിടെ ഇരിക്കുന്നത് ബാംഗ്ലൂരിൽ. അപ്പം നിങ്ങൾക്കൊക്കെ വീട്ടിലിരുന്ന് തന്നെ ഇങ്ങനെ ഇത്രയും സൗകര്യത്തിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ മതി, ഒരു മെഷീനും, നമുക്ക് അവിടെ ഇരുന്ന് തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഒരു തയ്യൽ പഠിക്കണമെന്ന് പറഞ്ഞാൽ കുറഞ്ഞതൊരു 3 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് നമുക്കൊരു സ്റ്റിച്ചിങ് പെർഫെക്റ്റായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ സ്റ്റിച്ചിങ് ചെയ്ത് നല്ല ഒരു ടൈലറായിട്ട് വീട്ടിൽ തന്നെ വരുമാനം, നിങ്ങളുടെ ആവശ്യത്തിനുള്ള കാശ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചത്. ഓക്കെ, അപ്പം അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ നന്നായിട്ട് എല്ലാ ദിവസത്തെയും ക്ലാസ്സുകളും അതുപോലെ തന്നെ ഞാൻ ഷോപ്പിൽ കട്ട് ചെയ്യുന്ന തുണികളുടെ സ്റ്റിച്ചിങ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ കട്ടിങ് ഇടുന്നുണ്ട്, എല്ലാം ഇടുന്നുണ്ട്. അപ്പോൾ ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ അടിച്ച ശേഷം വരുന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ റെഡിയാക്കി എടുക്കണം. അതിനുശേഷം ഈ 8.5 ഇഞ്ച് എന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, സീറ്റിൻ്റെ ഭാഗം വരും, അതിങ്ങനെ നമ്മൾ വിടർത്തി ടേബിളിലോട്ട് ഇടണം. അതിനുശേഷം ഈ രണ്ടാമത്തെ കാലിൻ്റെ അതേ ഭാഗം എടുത്തിട്ട് നമ്മൾ ആ ജോയിൻ്റ് ഉണ്ടല്ലോ, ആ ജോയിൻറ്റും ചേർന്നിരിക്കണം. ഈ ജോയിൻറ്റും ഇവിടെ ചേർന്നിരിക്കുന്ന പോലെ ഇങ്ങനെ വെച്ചിട്ട് മാർജിൻ ഒരു സൈഡിലോട്ട് ഇടണം. അതിനുശേഷം ഈ തയ്യൽ തുമ്പുകൾ നേരെ വെച്ച് ഇതിനെ നമ്മൾ 1/2 ഇഞ്ച് മാർജിൻ വിട്ട ശേഷം ആ ജോയിൻറ്റിലൂടെ തന്നെ അടിച്ച് കൊണ്ടുപോകണം. ഉണ്ടോ? അങ്ങനെ അടിച്ച് അവിടെ ഒരു റഫ് അടിക്കുക, അല്ലെങ്കിൽ അവിടെ എപ്പോഴും സ്റ്റിച്ചിങ് വിട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ വരുമ്പോൾ ഒരു നന്നായിട്ട് റഫ് അടിച്ച് കൊടുക്കണം. അതിനുശേഷം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യണം. പിന്നെ നമ്മൾ റീസ്റ്റിച്ചിങ് ഒന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ജോയിൻറ്റുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി ഇവിടെ വെച്ച ശേഷം ഇതിൽ ഏതെങ്കിലും പീസുകൾ അധികമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നോക്കുക. ഇവിടെ നോക്കിയ ശേഷം അതിനെ നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാലിൻ്റെ സീറ്റ് ജോയിൻറ്റ് ഇവിടെ കഴിഞ്ഞ് ഇനി നമ്മൾ മേലത്തെ ഭാഗം ഉണ്ടല്ലോ, വള്ളി ഇടുന്ന ആ പീസിനെ നമ്മൾ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 9.5 ഇഞ്ച്, എത്ര ഇഞ്ച് എടുത്തിരിക്കുന്നത് ലെസ് ചെയ്തായിരുന്നല്ലോ, ഫുൾ ലെന്തിൽ നമ്മൾ 8 ഇഞ്ചോ 9.5 ഇഞ്ച്, ഇതിപ്പോൾ 10 ഇഞ്ചുണ്ട്, അത്രയും ആ പീസിനെ നമ്മൾ തിരിച്ചിട്ടിട്ട് അതിൻ്റെ വണ്ണം അനുസരിച്ച് റെഡിയാക്കി എടുക്കുക. നല്ല വശം ചേർത്ത് വെക്കണം. അപ്പോൾ 43 ആണ് വന്നിരിക്കുന്നത്. ഏത് വേസ്റ്റ്, ടോപ്പിൻ്റെ വേസ്റ്റ് വന്നിരിക്കുന്നത് 43 ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഇവിടെ ജോയിൻറ്റ് ചെയ്തെടുത്ത് ഇവിടെ നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഈ ജോയിൻറ്റിൽ ചെയ്ത ശേഷം ഈ 2 പീസും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ 43 ആണല്ലോ പറഞ്ഞത് വേസ്റ്റ്. അപ്പോൾ പാൻറ്റിൻ്റെ വേസ്റ്റ് വരുന്ന ഒരു 3 ഇഞ്ചോ 4 ഇഞ്ചോ നമുക്ക് കൂട്ടിയിടാം. കുറച്ച് ലൂസ് കിട്ടണമല്ലോ പാൻറ്റിന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 43 + 3 ഇഞ്ച്, ഇവിടെ 43 ഇവിടെ വരുന്നുണ്ട്, ഇവിടെയാണ് വരുന്നത് 43. അപ്പോൾ നമ്മളൊരു 3 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് ഒരു 45 അല്ലെങ്കിൽ
സോറി 43 പ്ലസ് ഒരു 3 ഇഞ്ച് കൂട്ടി ഇടുമ്പോൾ ഒരു 25 എടുക്കുക, 25 26 എടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വണ്ണം കിട്ടും. ഇവിടെ ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ പറയുന്നത്, ഫോൾഡ് ചെയ്തിട്ടാണ് 26 എടുക്കേണ്ടത്. അപ്പോൾ എത്രയാണ് വരുന്നത്? 26 ആകുമ്പോൾ 52 വരും, 52 ഇഞ്ച് വരും. അപ്പോൾ അത്ര ലൂസ് നമുക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം വയറുള്ളവർക്കും ഒക്കെ കുറച്ച് ലൂസിൽ പാൻറ്റ് ഇരിക്കും, ഇടാൻ കംഫർട്ടബിളായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത ശേഷം 25 എടുക്കുക. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഒരു മാർക്ക് കൊടുത്തിട്ട് ഇവിടെ ഒരു അര ഇഞ്ച് ഇവിടെ വിട്ട ശേഷം നീഡിൽ താഴ്ത്തിയിട്ട് അവിടെ റഫ് അടിച്ചിട്ട്, അതെന്തിനാണെന്നറിയാമോ? ഇവിടെ നമ്മൾ ത്രെഡ് ഇടൂലേ, അതിനുള്ള ഓപ്പണിന് വേണ്ടിയിട്ടാണ്. നമ്മളതിനെ സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്യണം. അതിനുശേഷം അര ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് വിട്ട് നമ്മളതിനെ മാർജിന് വിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം, പാൻറ്റിൻ്റെ ഓപ്പൺ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു 1 ഇഞ്ച് വിട്ട് ഏകദേശം, കുഴപ്പമില്ല. അപ്പോൾ അതിനെ രണ്ടായിട്ട് നമ്മൾ ഇനി മടക്കാൻ പോകുക. അപ്പം നമുക്ക് 1 ഇഞ്ച് വിട്ടാൽ 1.5 ഇഞ്ച് വിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് അടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ നമ്മൾ ഇതിനെ ഒന്ന് മടക്കിയിട്ട് അതിനെ വീണ്ടും തിരിച്ചൊന്നും കൂടെ മടക്കി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ ഓപ്പൺ കാണാമല്ലോ, ഇതുണ്ടോ, ഇവിടെ ഓപ്പൺ ഉണ്ട്. ഈ ഓപ്പൺ ഹോൾസിലൂടെയാണ് നമ്മൾ ത്രെഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഫ്ലാറ്റാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തയ്യൽ അറിയത്തില്ലാത്തവർ എങ്ങനെയാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീഡിയോയിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന രീതി പഠിക്കാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഈ സ്റ്റിച്ച് 2 സൈഡിലും ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസിനെ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ വെക്കുക. ഈ ജോയിൻറ്റ് സെൻറ്റർ വെച്ചിട്ട് ഇങ്ങനെ സെൻറ്ററിലൂടെ രണ്ടായി മടക്കിയിട്ട് ഇവിടെ ഒരു നാച്ച് കൊടുക്കുക. ഈ നാച്ച് കൊടുക്കുന്നത് എന്തിനാ? നമ്മൾ സൈഡിലാണ് പ്ലേറ്റ് കൊടുക്കുന്നതെങ്കിൽ ആ സൈഡിൽ സെൻറ്റർ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മളൊരു സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ സീറ്റ് ജോയിൻ ചെയ്ത് വെച്ച പീസും ഈ മേലത്തെ വേസ്റ്റിന് വള്ളിയിടുന്ന ഇതിനുള്ള ഈ പീസിൻ്റെയും ഈ ജോയിൻറ്റുകൾ തമ്മിൽ ചേർത്ത് വെച്ച ശേഷം നമ്മൾ ഇവിടെ ഫിൽറ്റ് ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾക്ക് ഈ ഫിൽറ്റ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ സെൻറ്ററിൽ ജോയിൻറ്റ് ചെയ്ത ശേഷം നമ്മളിതിനെ അറ്റാച്ച് ചെയ്യണം. 1/2 ഇഞ്ച് മാർജിൻ ഒരേ ലെവലായി പിടിച്ചിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ. ഇവിടുന്ന് ഏകദേശം ഒരു 3.5-4 ഇഞ്ച് ഇതിൽ ഗ്യാപ്പ് വിട്ടിട്ട് സൈഡിലാണ് പ്ലേറ്റ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് പ്ലേറ്റ് സ്റ്റാർട്ട് ആവുക. ഇതാണ് സെൻറ്റർ വരുന്നത്, കണ്ടില്ലേ, ഇവിടെ നാച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാച്ച് അടിച്ചിരിക്കുന്നിടത്തു നിന്ന് ഒരു 4 ഇഞ്ച് അപ്പുറത്തേക്ക് ഇത്രയും ടെൻഷൻ്റെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സെൻറ്ററിലാണ് നിങ്ങൾ നാച്ച് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ടും പ്ലേറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് സൈഡിലാണ്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഈ സൈഡിലെ സെൻറ്ററിൽ ഇതിൻ്റെ നാച്ച് ഉണ്ടല്ലോ, ഈ നാച്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4.5 ഇഞ്ച് എടുത്ത ശേഷം അവിടെ നിന്ന് പ്ലേറ്റ് സ്റ്റാർട്ടാക്കുകയാണ്. നമ്മൾ ഒരേ വീതിയിൽ ഒരു 1/2 ഇഞ്ച് പ്ലേറ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വരുമ്പോൾ നമ്മൾ നോക്കണം, ഇവിടെ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഇവിടുത്തെ ഈ സെൻറ്ററും ഇവിടുത്തെ ഈ സെൻറ്ററും കൂടെ ഒപ്പം വെച്ചിട്ട് ബാക്കിയുള്ള ഈ കാലിൻ്റെ ഭാഗത്ത് ഈ പീസ് മുഴുവനുമായിട്ട് നമ്മളിവിടെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. അതിനെ മുഴുവൻ നമ്മളിവിടെ പ്ലേറ്റ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ആ ലൂസ് ഫുള്ള് എത്ര ലൂസുണ്ടോ അതനുസരിച്ച് ഫുള്ള് നമ്മളിവിടെ ലൂസ് പ്ലേറ്റ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക.
ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ സൈഡിലും ഇങ്ങനെ തന്നെ പ്ലീറ്റ് 4.5 ഇഞ്ചിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. 1 ഇഞ്ച് 4.5 ഇഞ്ചിൽ 1/2 ഇഞ്ച് വെച്ച് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് അതിന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈസിയാണ്. ലൂസ് പാൻറ്റ് തയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലൂസ് പാൻറ്റ് നന്നായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്ന വളരെ ഈസി ഉള്ള ഒരു പാൻറ്റാണ്. കാരണം ലൂസ് പാൻറ്റ് എന്ന് പറയുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടില്ല. പക്ഷേ കുറച്ചൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് തിരിഞ്ഞു പോയാലൊക്കെ ഭയങ്കര ഇതാണ്. അഴിക്കേണ്ടതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാലും പിന്നെ നമുക്ക് സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെയൊക്കെ ശ്രദ്ധിക്കുക. സെൻറ്റർ ഔട്ടാകാതെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെ എല്ലാം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ആദ്യം ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇതാണ് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പാൻറ്റിൻ്റെ ഏകദേശം 1/4 ഭാഗം തന്നെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എത്രയാണ് ലെന്ത് വേണ്ടതെന്നൊന്ന് ചെക്ക് ചെയ്യണം നമ്മൾ. ഇപ്പം 39 ആണല്ലോ നമ്മളിപ്പോൾ ലെന്ത് പറഞ്ഞിരിക്കുന്നത്. പാൻറ്റിൻ്റെ 39 ലെന്ത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ 39 വന്നിട്ടുണ്ട്. ഇവിടെ 39 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇങ്ങനെ ടേപ്പ് വെച്ച് നമ്മൾ ലെന്ത് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ഫോൾഡ് ചെയ്ത് വേസ്റ്റിന് വള്ളി ഇടാനുള്ള 1 ഇഞ്ച് 1.5 ഇഞ്ച് ക്ലോത്ത് ഇവിടെ അധികം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് വള്ളി റെഡിയാക്കണം. അതിന് ഫോൾഡ് ചെയ്ത് അടിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ വള്ളി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വള്ളിക്ക് വേണ്ടിയിട്ട് ഒരു 1.5-2 ഇഞ്ച് വീതിയിലുള്ള ഒരു 2 പീസ് കട്ട് ചെയ്ത് അതിനെ ജോയിൻറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ നല്ല വശം ചേർത്തിട്ടിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാനായിട്ട്. അതിനെ ഇങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്ത് ഇതിൻ്റെ മേലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് വീതിയിലുള്ള വള്ളി മതിയാകും. കാരണം നമുക്ക് സ്റ്റിച്ച് ഇതിന് വള്ളി വേസ്റ്റിൻ്റെ ഇതിൻ്റെ അകത്തോടെ പോകുന്നതിന് അധികം വീതിയിലുള്ള വള്ളിയുടെ ആവശ്യമില്ല. അപ്പം ഇതിന് 1/2 ഇഞ്ച് കൂടുതൽ വീതിയുടെ ആവശ്യമില്ല. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. രണ്ടായി മടക്കിയിട്ട് സെൻറ്ററിൽ ഒന്നും കൂടെ മടക്കി കൊടുക്കുക. അപ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഫോൾഡായി വന്നോളൂ. നമ്മുടെ വള്ളി പാൻറ്റിന് ഇടേണ്ട വള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ പീസിന് നമ്മൾ ഇവിടെ വേസ്റ്റ് ഭാഗത്തൂടെ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ടല്ലോ, ഓപ്പൺ. ഈ ഓപ്പണിൻ്റെ അകത്തേക്ക് എടുത്ത് വെക്കണം.
എല്ലാവരും മടക്കി അടിച്ച ശേഷം പിന്ന് വെച്ചാണ് ഇടാറ്. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ ഇവിടെ ഓപ്പൺ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ഇങ്ങനെ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് മടക്കി കൊടുക്കും. അപ്പം വള്ളി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമാകും. പിന്നെ ഡബിള് പണി അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം തന്നെ നമ്മൾ അതിൽ വള്ളി ഓൾറെഡി ഇട്ട് പോവുകയാണ്. ഫോൾഡ് ചെയ്ത് അടിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോൾഡ് ചെയ്ത് ഇട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് പഠിക്കുന്നവർക്കും അറിയത്തില്ലാത്തവർക്കും ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പം ഉള്ള ജോലിയാണ്. അപ്പം നമുക്ക് ഷോപ്പിലൊക്കെ തയ്ക്കുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ ചെയ്ത് പോകാവുന്ന, ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്ത് പോകാവുന്ന ഒരു വർക്കാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ 1 ഇഞ്ച് വീതിയിൽ ഇതിനെ ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കണം. ഒരേ വീതിയിൽ വേണം അടിച്ചു കൊടുക്കാനായിട്ട്. അകത്തെ വള്ളി ഇങ്ങനെ ബെൻഡാവാനോ ഇതാവാനോ ഒന്നും പാടില്ല. സ്ട്രൈറ്റ് അതിൻ്റെ ബെൻഡൊക്കെ നിവർത്തി വെച്ച ശേഷം വേണം നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ ഇതിൻ്റെ എൻഡുണ്ടല്ലോ, ഈ എൻഡ് ഭാഗം വന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഹോൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ഇതിൻ്റെ വെളിയിലേക്ക് ഇങ്ങോട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ അകത്ത് വള്ളിയെ വരികയും ചെയ്തു, സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. 2 പണിയും കൂടെ ഒരുമിച്ച് ഒരേ സമയത്ത് തീരും. അപ്പോൾ അത് എളുപ്പമായിട്ട് നമുക്ക് വള്ളി ഇടാനുള്ള ഒരു വഴിയാണ്. നമ്മളിതിനെ അതിൻ്റെ മേലെ സ്റ്റിച്ച് വീഴാതെ നോക്കണം. കാരണം സ്റ്റിച്ച് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വള്ളി എടുക്കാൻ പറ്റത്തില്ല. അത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, കണ്ടോ. അപ്പോൾ നമ്മൾ ഈ വള്ളിയും ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ വേസ്റ്റ് കറക്റ്റായിട്ട് ലെവലായിട്ട് പിടിക്കുക. ലെവലായി പിടിച്ച ശേഷം നമ്മൾ ഈ വള്ളി ഊരി പോകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴൊക്കെ വള്ളി ഇങ്ങനെ ഊരി വന്നുകൊണ്ടിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക എല്ലാവരും ഇതെന്ന് വെച്ചാൽ, ഇതിന് ഇവിടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇവിടെ സെൻറ്റർ ഉണ്ടല്ലോ, ഇവിടെയായിട്ട് ഒരു വള്ളി ഇടുന്നതിൻ്റെ സെൻറ്ററിലായിട്ട് ബാക്കിലാണ് സ്റ്റിച്ച് കൊടുക്കുക. ഫ്രണ്ടിൽ വള്ളി കിടപ്പുണ്ടല്ലോ ഓപ്പൺ. അപ്പം ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ടാൽ ഈ വള്ളി നമ്മുടെ വേസ്റ്റിൽ നിന്ന് എപ്പോഴും ഊരി പോകത്തില്ല. അർജൻറ്റായിട്ടൊക്കെ ഡ്രസ്സ് ഇടുമ്പോൾ ചിലപ്പോൾ വള്ളി ഊരി പോയിട്ട് ഭയങ്കര ലേറ്റ് ആവും ഡ്രസ്സ് ഇടാനും. പിന്നെ അത് വള്ളി കോർക്കാൻ നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ ലൂസ് പാൻറ്റ്, ഓർഡിനറി ലൂസ് പാൻറ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മളിതിനെ ഒന്ന് മറിച്ചിട്ടിട്ട് ലോക്ക് ചെയ്യണം കേട്ടോ. ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ട് അയൺ ചെയ്യണം. ഇപ്പോൾ സൈഡിലാണ് ഇവിടെ ഇതിൻ്റെ പ്ലേറ്റ് വരുന്നത് കേട്ടോ. സൈഡിലാവുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും. കൂടുതലും ആൾക്കാർക്ക് ഇപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത്. ഷോപ്പുകളിലും അല്ലെങ്കിൽ ഇങ്ങനെയാണ് സ്റ്റിച്ചിങ് വരുന്നത്. ഫ്രണ്ടിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ കാലിങ്ങോട്ട് സൈഡിലോട്ട് കയറി പോകുന്ന പ്രോബ്ലം വരുന്നത് കൊണ്ട് തന്നെ ഈ മോഡലിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.